മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 68-ാമത്തെ ദശകത്തിൽ 1ഉം 2ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 1-ാമത്തെ ശ്ലോകം: തവ വിലോകനാഥ് ഗോപികാജന പ്രമദസങ്കുലാ പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുതാ ഇവ സ്തിമിതതം ദധുസ്ത്വത്പുരോഗതാഃ. ഭഗവാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ്, ഗോപസ്ത്രീകളുടെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കഴിഞ്ഞ ദശകത്തിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഈ ഗോപസ്ത്രീകൾക്ക് ഭഗവാനെ കണ്ടപ്പോൾ ഉണ്ടായതായിട്ടുള്ള ആ ആനന്ദ അതിരേകം, അതുകൊണ്ട് എന്തൊക്കെയാണ് അവർ ചെയ്തത് എന്നുള്ളതൊക്കെയാണ് ഈ ദശകത്തിൽ വർണ്ണിക്കണത് കാര്യമായിട്ട്. അപ്പോൾ തവ വിലോകനാഥ്, അങ്ങയുടെ വിലോകനം ഹേതുവായിട്ട് അങ്ങയെ കണ്ടതു മൂലം, അങ്ങയെ കണ്ടപ്പോൾ, അതായത് ഇനി കാണില്ല എന്ന് വിചാരിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു, ഇനി കാണുണ്ടാവില്ലായിരിക്കുമോ, നമ്മൾ എന്താ തെറ്റ് ചെയ്തതെന്നൊന്നും നിശ്ചയില്ലാതെ കണ്ട് അങ്ങനെ വിഷമിച്ചും കൊണ്ടിരിക്കണതായിട്ടുള്ള അവരുടെ മുമ്പിൽ ഭഗവാൻ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോൾ തവ വിലോകനാഥ്, അങ്ങയെ കണ്ടതു മൂലം ഗോപികാജനാഹ, ആ ഗോപികാജനങ്ങൾ, ഗോപസ്ത്രീകൾ, പ്രമദ സങ്കുലാഹ, പ്രമദം അത്യധികമായിട്ടുള്ള സന്തോഷം, അത്യധികമായിട്ടുള്ള സന്തോഷം കൊണ്ട് എന്താണ് വേണ്ടത് എന്ന് നിശ്ചയില്ല, സങ്കുലങ്ങളായിട്ട് അവർക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊന്നും നിശ്ചയില്ല, അത്യന്തമായിട്ടുള്ള ആനന്ദ അതിരേകം കൊണ്ട് അവരങ്ങോട്ട് എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാതെ കണ്ട് അത്യധികമായിട്ടുള്ള ആനന്ദം അവർക്കൊക്കെ ഉണ്ടായി എന്നാണ്. പങ്കജേക്ഷണ എന്ന് സംബോധന, പങ്കജം പോലെയുള്ള താമരയുടെ ഇതൾ പോലെ ഉള്ളതായിട്ടുള്ള നേത്രങ്ങളോടുകൂടി അല്ലയോ ഭഗവാനെ, അങ്ങയെ കണ്ടപ്പോൾ ആ ഗോപസ്ത്രീകൾ അത്യധികമായ സന്തോഷത്തോടുകൂടി ആകുലചിത്തരായിട്ട് അമൃതധാരയാ സംപ്ലുത ഇവ, ആ സന്തോഷത്തിനെ പറയാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ്, അത്രയ്ക്കധികം സന്തോഷം ഉണ്ടായി. അപ്പോൾ അതിനെ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു ഉദാഹരണം കൊണ്ട് വർണ്ണിക്കണ്ടേ എന്ന് വിചാരിച്ച് കവി വർണ്ണിക്കുകയാണ്. അമൃതധാരയാ സംപ്ലുതാഹ ഇവ, അമൃതധാര കൊണ്ട്, അമൃതം അങ്ങോട്ട് ദേഹത്തൊക്കെ ഒഴുകി വന്നാൽ അതങ്ങോട്ട് നനഞ്ഞ് ദേഹം മുഴുവനെ നനയുമ്പോൾ ഉണ്ടാവണതായിട്ടുള്ളൊരു ആനന്ദാതിരേകം ഉണ്ടല്ലോ, അമൃതധാരയാ, അമൃതത്തിൻ്റെ ധാര കൊണ്ട്, ആ അമൃതം തന്നെ ഒരു ധാരയായിട്ട് ദേഹത്തു കൂടെയൊക്കെ ഒഴുകി അതിലങ്ങോട്ട് നനഞ്ഞു കുളിച്ചത് മാതിരി, അതായത് അത്രയ്ക്കുള്ളതായിട്ടുള്ള ആ സന്തോഷം അവർക്ക് ഉണ്ടായി എന്നാണ്. അമൃതധാരയാ സംപ്ലുത ഇവ സ്തിമിതതാം ദധുഹു, സ്തിമിതതാം ദധു, സ്തിമിതത എന്ന് പറഞ്ഞാൽ അനക്കമില്ലാത്തതായിട്ടുള്ള അവസ്ഥ. അത്യധികമായിട്ടുള്ള ആനന്ദം ഉണ്ടാകുമ്പോഴും അത്യധികമായിട്ടുള്ള സന്തോഷം ഉണ്ടാകുമ്പോഴും ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്ത ഒരവസ്ഥ വരും. ഒന്ന് ഒരനക്കവും ഇല്ലാത്തതിന് കണ്ണ് തുറന്നും കൊണ്ടിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ കണ്ണും ഇതായിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥ, വേറെ ഒന്നും ചെയ്യാൻ, ഒന്നും പറയാനും വയ്യ, ഒന്നും ചെയ്യാനും വയ്യ എന്നുള്ളതായിട്ടുള്ള ഒരു അവസ്ഥ. ആ അവസ്ഥയിലെത്തി ഈ ഗോപസ്ത്രീകൾ എന്നാണ്. സ്തിമിതതാം ദധുഹു, സ്തിമിതതയെ ധരിച്ചു, അതായത് അനക്കമില്ലാത്തതായിട്ടുള്ള ഒരു അവസ്ഥയെ പ്രാപിച്ചു. എങ്ങനെ? സ്തിമിതതാം ദധുഹു ത്വൽപുരോഗതാഹ, ത്വൽപുരോഗതാഹ, അങ്ങയുടെ മുമ്പിലേക്ക് എത്തിയവർ, അവർ ഓടിച്ച് ഭഗവാന്റെ മുമ്പിലെത്തിയിട്ട്, ത്വൽപുരോഗതാഹ, അങ്ങയുടെ മുമ്പിലെത്തിയിട്ട് അവർ അങ്ങയുടെ മുമ്പിലെത്തിയിട്ട് അവർ അനങ്ങാൻ വയ്യാത്തതായിട്ടുള്ളൊരവസ്ഥയെ പ്രാപിച്ചു. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്നും നിശ്ചയില്ലാത്തതായിട്ടുള്ള ആനന്ദാതിരോഗം കൊണ്ട് സ്തബ്ധരായിട്ട്, അതാണ് ശരിക്കും മലയാളത്തിലുള്ള നമ്മൾ പറയാവുന്ന ഒരു വാക്ക്, സ്തബ്ധരായിട്ട് അവിടെ നിന്നു, അനക്കമില്ലാതെ കണ്ട് നിന്നു എന്നാണ് ആ ശ്ലോകത്തിന് അർത്ഥം. തവ വിലോകനാൽ, അങ്ങയെ കണ്ടതുകൊണ്ട് ആ ഗോപികാജനങ്ങൾ, ഗോപികാജനാഹ പ്രമദസങ്കുലാഹ, അത്യധികമായ സന്തോഷം കൊണ്ട്, പങ്കജേക്ഷണ സംബോധന, അമൃതധാരയാ സംപ്ലുത ഇവ, അമൃതധാര കൊണ്ട് ദേഹം മുഴുവൻ കുളിച്ചതുപോലെ, സംപ്ലുതരായതുപോലെ, അമൃതധാര കൊണ്ട് ദേഹം നനഞ്ഞ് കുളിച്ചതായതുപോലെ, സ്തിമിതതാം ദധുഹു, അനക്കമില്ലാത്ത അവസ്ഥയെ പ്രാപിച്ചു, സ്തബ്ധരായി തീർന്നു. ത്വൽപുരോഗതാഹ, അങ്ങയുടെ മുമ്പിൽ നിന്ന്
അവർ അനക്കമില്ലാത്തത് സ്തബ്ധരായിട്ട് നിന്നു കുറച്ചു നേരത്തേക്ക് എന്ന് പറയുകയാണ്. അടുത്ത ശ്ലോകത്തിൽ തദനു കാചന ത്വൽക്കരാംബുജം സപതി ഗൃഹതി നിർവിശങ്കിത ഘനപയോധരേ സന്നിധായ സാ പുളകസംവൃതാസ്തുഷീ ചിരം. ഇനി ഒന്ന് രണ്ട് കുറേ ചില ഓരോ ഗോപസ്ത്രീകളും എന്തൊക്കെയാണ് ചെയ്തത് അതിന് ശേഷം എന്ന് പറയാണ്. തദനു അതിന് ശേഷം, അതായത് ആദ്യം കുറച്ചു നേരം എല്ലാവരും സ്തബ്ധരായിട്ട് നിന്നു, ഒന്നും ചെയ്യാൻ ഇല്ലാത്തതായിട്ടുള്ള അവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. അതിനുശേഷം തദനു അതിനുശേഷം കാചന ഒരുത്തി, ഒരു ഗോപസ്ത്രീ എന്തേ ചെയ്തത് എന്ന് പറയാണ്. ത്വത്കരാംബുജം അങ്ങയുടെ കരാംബുജത്തെ, അംബുജം പോലെയുള്ളതായിട്ടുള്ള അങ്ങയുടെ കയ്യ്, അങ്ങയുടെ ആ താമര പോലെയുള്ളതായിട്ടുള്ള ആ താമരപ്പൂ പോലെയുള്ളതായിട്ടുള്ള അങ്ങയുടെ ആ മൃദുവും മനോഹരവുമായിട്ടുള്ള ആ കയ്യ്, ത്വൽക്കരാംബുജം സപതി ഗൃഹതി അതങ്ങോട്ട് പിടിച്ചു, ഭഗവാന്റെ കയ്യ് ഇങ്ങോട്ട് പിടിച്ചു. സപതി ഗൃഹതി ഗ്രഹിക്കുന്നവളായിട്ട് പിടിക്കുന്നവളായിട്ട് അങ്ങയുടെ കയ്യ് പെട്ടെന്ന് ഇങ്ങോട്ട് പിടിച്ചു. ആ സ്തബ്ധതയിൽ നിന്ന് മാറിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഭഗവാന്റെ കയ്യ് ഇങ്ങോട്ട് പിടിച്ചു, കൃഷ്ണൻ്റെ കയ്യ് ഇങ്ങോട്ട് പിടിച്ചിട്ട് സപതി ഗൃഹതി നിർവിശങ്കിത, യാതൊരു ശങ്കയുണ്ടായില്ല അവിടെ എന്നുള്ളതാണ്. ആ കൃഷ്ണൻ ഒരു പുരുഷനായിട്ടില്ല, ശരിക്കും കുട്ടിയായിട്ടുള്ളൂ. എന്തായാലും ഇങ്ങനെയൊക്കെ കാണിക്കുന്ന കണ്ട ആളുകൾ എന്തെങ്കിലും പറയുമോ എന്നുള്ളതൊന്നും വിചാരം ഉണ്ടായില്ല. സപതി ഗൃഹതി നിർവിശങ്കിത, യാതൊരു ശങ്കയില്ലാതെ കണ്ട് ഭഗവാന്റെ കൈ കണ്ട് കടന്നു പിടിച്ചിട്ട് അതെന്ത് ചെയ്തു? ഘനപയോധരേ, തൻ്റെ പയോധരത്തിൽ, തൻ്റെ കുചങ്ങളിൽ, ഘനമായിട്ടുള്ള പയോധരത്തിൽ, വിപുലമായിട്ടുള്ള തൻ്റെ കുചത്തിൽ, തൻ്റെ പയോധരത്തിൽ സന്നിധായ, അതിൻ്റെ മുലയമ്പിലങ്ങോട്ട് പിടിച്ചു വെച്ചു. ആ കൈയെടുത്തിട്ട് തൻ്റെ മുലയിൽ പിടിച്ചു, തൻ്റെ കുചത്തിൽ വെച്ചു. എന്നിട്ട് സന്നിധായ നിധായ നല്ലപോലെ അവിടെ ഇങ്ങോട്ട് അമർത്തി പിടിച്ചു. തൻ്റെ കുജങ്ങളിൽ ഭഗവാന്റെ കൈയെടുത്തിട്ട് അമർത്തി പിടിച്ചു. എന്നിട്ട് അവൾ പുളകസംവൃത, ഭഗവാന്റെ സ്പർശം അങ്ങോട്ട് ഉണ്ടായപ്പോൾ, തൻ്റെ കുജങ്ങളിൽ ഭഗവാന്റെ സ്പർശം ഉണ്ടായപ്പോൾ പുളകസംവൃത, അത്യധികമായിട്ടുള്ള രോമാഞ്ചത്തോടുകൂടി ദേഹം മുഴുവൻ അങ്ങോട്ട് രോമാഞ്ചിതമായി. രോമാഞ്ചം രോമം എഴുന്നു നിന്നു ദേഹത്ത് മുഴുവൻ. അങ്ങനെ ആ സന്തോഷാധിക്യം കൊണ്ട്, ആ പുളകം കൊണ്ട് ദേഹം മുഴുവൻ മൂടിയിട്ട് തസ്തുഷീ ചിരം, അങ്ങനെ കുറേ നേരം അവിടെ നിന്നു. ചിരം കുറേ നേരം, വളരെ നേരം. തസ്തുഷീ നിൽക്കുന്നവളായി അവൾ അവിടെ അങ്ങനെ കുറേ നേരം ഭഗവാന്റെ കയ്യ് തൻ്റെ മാറത്ത്, തൻ്റെ ഭുജത്തിൽ വെച്ചുകൊണ്ട്, അമർത്തി വെച്ചുകൊണ്ട് തസ്തുഷീ ചിരം, കുറേ നേരം അവൾ അവിടെ നിന്നു എന്ന് പറയുകയാണ്. ഓരോ സ്ത്രീകളും ഓരോന്ന് കാണിക്കാൻ തുടങ്ങി ഭഗവാനെ കൊണ്ട്. അതാണ് ഇവിടെ ഇനി ഈ ദശകത്തിൽ പറയണത്. തദനു അതിനുശേഷം കാചന ഒരു ഗോപസ്ത്രീ ത്വത്കരാംബുജം അങ്ങയുടെ കരാംബുജത്തെ, അംബുജം പോലെയുള്ള താമര പോലെയുള്ളതായിട്ടുള്ള അങ്ങയുടെ കൈയെടുത്ത് സപതി ഗൃഹതി, അത് പെട്ടെന്നെടുത്തു ഭഗവാന്റെ കയ്യിൽ നിന്ന്, ഭഗവാന്റെ ദേഹത്ത് നിന്ന് ആ കയ്യിനെടുത്തിട്ട് സപതി ഗൃഹതി നിർവിശങ്കിത, ആരെങ്കിലും എന്തെങ്കിലും പറയുമോ എന്നുള്ള യാതൊരു ശങ്ക ഉണ്ടായില്ല. വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇതൊന്നും ശങ്കിക്കാണ്ട് നിർവിശങ്കിത, യാതൊരു ശങ്കയും കൂടാതെ കണ്ട് ഘനപയോധരെ, തൻ്റെ ഘനമായിട്ടുള്ളതായിട്ടുള്ള നല്ല വലിയതായിട്ടുള്ള കുജങ്ങളിൽ സന്നിധായ അതിലമർത്തി പിടിച്ചിട്ട് പുളകസംവൃത, പുളകത്തോടുകൂടി രോമാഞ്ചത്തോടുകൂടി ചിരന്തസ്തുഷി വളരെ നേരത്തേക്ക് വർത്തിച്ചു നിന്നു. രണ്ടൊന്നും കൂടിയും ചെല്ലാം. തവ വിലോകനാഥ് ഗോപികാജനാ പ്രമദസങ്കുലാ പങ്കജേക്ഷണ അമൃതധാരയാ സംപ്ലുതാ ഇവ സ്ഥിമിതതം ദധുസ്ത്വൽപുരോഗതാ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അരികിലങ്ങയെ കണ്ടു ഗോപിമാർ മദനമോഹിതർ വാരിജേക്ഷണ അമൃതധാരയിൽ മുങ്ങിയെന്ന പോൽ പ്രതിമ പോലവർ നിന്നു മുന്നിലായി. തദനുകാചന ത്വത്കരാംബുജം സപതി ഗൃഹതി നിർവിശങ്കിത ഘനവയോധരേ സന്നിധായ സാ പുളകസംവൃത തസ്തുഷീ ചിരം. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അതിലൊരുത്തി നിൻ ഹസ്തപങ്കജം
നിജകരങ്ങളാൽ നാണമെന്നിയേ വലിയ കൊങ്കയിൽ ചേർത്തു വച്ചുടൻ പുളകിതാങ്കിയായേറെ നിന്നുപോൽ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.